നമസ്കാരം. ഇവിടെ കാനഡയിൽ ജീവിക്കുന്ന ഞങ്ങളൊക്കെ പതുക്കെ ഇനി അമേരിക്കക്കാരാകുമോ എന്നൊക്കെയുള്ളതാണ് ചിലർ ചോദിക്കുന്നത്. സംഭവം മറ്റൊന്നുമല്ല, കഴിഞ്ഞ 2 മാസമായിട്ട് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ഒരു പ്രസ്താവനയാണ് ഇതിന്റെ ആധാരം. ഇതിനെക്കുറിച്ച് വലിയ വാദപ്രതിവാദങ്ങളും ചൂടൻ ചർച്ചകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സംഭവം മറ്റൊന്നുമല്ല, ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് കാനഡ അമേരിക്കയുടെ 51ാമത്തെ സ്റ്റേറ്റ് ആയിട്ട് അമേരിക്കയുടെ ഭാഗമായി മാറണമെന്നാണ് ട്രംപ് പറഞ്ഞത്. അപ്പൊ ഇതാണ് വിഷയം. ഇക്കഴിഞ്ഞ നവംബർ 2024 ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷനൊക്കെ വിജയിച്ച ശേഷം കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുമായിട്ട് ട്രംപിന്റെ ഫ്ലോറിഡയിലുള്ള മാരാലാഗോ എസ്റ്റേറ്റിൽ വെച്ചൊരു കൂടിക്കാഴ്ച നടത്തി. അപ്പോൾ അന്നത്തെ കൂടിക്കാഴ്ചയിൽ അവർ പല കാര്യവും ഡിസ്കസ് ചെയ്തു. ബോർഡർ സെക്യൂരിറ്റിയെ കുറിച്ചും ട്രേഡ് ഡെഫിസിറ്റിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ആ ഒരു സംവാദത്തിനിടയിൽ ട്രംപ് ട്രൂഡോയോട് പറഞ്ഞു, കാനഡ അമേരിക്കയുടെ 51ാമത്തെ സ്റ്റേറ്റ് ആവണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് പുള്ളി പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റ് എല്ലാവരും ഭയങ്കര തമാശയായിട്ടാണ് എടുത്തത്. പക്ഷെ അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ട്രംപ് ട്വിറ്ററിൽ ഒരു പോസ്റ്റ് ഇട്ടു. അതിൽ ട്രൂഡോയെ വിശേഷിപ്പിച്ചത് ഗവർണർ ജസ്റ്റിൻ ട്രൂഡോ ഓഫ് ദ ഗ്രേറ്റ് സ്റ്റേറ്റ് ഓഫ് കാനഡ എന്നാണ് വിശേഷിപ്പിച്ചത്. അപ്പോഴാണ് എല്ലാവർക്കും കാര്യം മനസ്സിലായത്, ഇത് ട്രംപിന്റെ തമാശയല്ല, കളി കാര്യമാവുകയാണെന്ന് മനസ്സിലായത്. പിന്നെ ഡിസംബർ 18 ട്രംപ് വീണ്ടും ഒരു പോസ്റ്റ് ഇട്ടു ട്വിറ്ററിൽ. അതായത് മിക്ക കനേഡിയൻസിനും കാനഡ US ഭാഗമാകുന്നതാണ് താല്പര്യം. കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളി പറയുന്നത് ഇപ്പോൾ ഉള്ള ടാക്സിനേക്കാളും കുറവ് ടാക്സ് ആണ് കാനഡിയൻസിന് ലഭിക്കും. പിന്നെ ഇൻക്രീസ്ഡ് മിലിറ്ററി പ്രൊട്ടക്ഷൻ, കൂടുതൽ മിലിറ്ററി പ്രൊട്ടക്ഷൻ കാനഡിയൻസിന് ലഭിക്കും US ഭാഗത്തു നിന്നും. എന്നിട്ട് അതിനുശേഷം ജനുവരിയിൽ ആദ്യം ട്രംപ് നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ പുള്ളി പറഞ്ഞു, കാനഡ US ഭാഗമാകാൻ വേണ്ടി കാനഡയുടെ മുകളിൽ ഒരു സാമ്പത്തിക സമ്മർദ്ദം ചെലുത്തുമെന്ന്. അതായത് കാനഡയിൽ നിന്നും US കയറ്റി അയക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 25% താരിഫ് ഏർപ്പെടുത്തുമെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ ഇത്രയൊക്കെ ആയപ്പോഴത്തേക്കിനാണ് കാനഡയിലുള്ള പൊളിറ്റിക്കൽ ലീഡേഴ്സിന് ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലായത്. അപ്പോൾ ജസ്റ്റിൻ ട്രൂഡോ പുള്ളിയുടെ നീക്കത്തിനെ വിമർശിച്ചുകൊണ്ട് മുന്നിലെത്തിയ ഒരു ട്വിറ്റർ പോസ്റ്റ് ഒക്കെ ഇട്ടു. കാനഡ ഒരിക്കലും US ഭാഗമാകില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അതിനുശേഷം കൺസർവേറ്റീവ് പാർട്ടി ലീഡർ പിയർ പൊലിവർ, പിന്നെ NDP ലീഡർ ജഗ്മീത് സിംഗ്, അങ്ങനെ പലരും വിമർശിച്ചുകൊണ്ടെത്തി. പിന്നെ ഇപ്പം ഇവിടെ താമസിക്കുന്ന ഒൻറ്റാരിയോയുടെ പ്രീമിയർ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ മുഖ്യമന്ത്രിയുടെ അതേ പദവിയാണ്. അപ്പോൾ പ്രീമിയർ ഒരു കാനഡ നോട്ട് ഫോർ സെയിൽ എന്നൊരു ഹാറ്റും ഒക്കെ ആയിട്ട് ഇങ്ങനെ പബ്ലിക്കിലെത്തി. ശരിക്കും US എന്ന് പറയുന്നത് കാനഡയുടെ വലിയൊരു മാർക്കറ്റാണ്. ഈ 75% കനേഡിയൻ ഉൽപ്പന്നങ്ങളും US എക്സ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഇതിൻ്റെ പോപ്പുലേഷൻ നോക്കിക്കഴിഞ്ഞാൽ കാനഡ എന്ന് പറയുന്നത് വെറും 4 കോടി ആൾക്കാരേ ഉള്ളൂ. US എന്ന് പറയുന്നത് ഒരു 33 കോടി ആൾക്കാരുണ്ട്. അപ്പോൾ കാനഡ എന്ന് പറയുന്നത് US പോപ്പുലേഷൻ്റെ ഒരു 12% മാത്രമേ ഉള്ളൂ. അപ്പോൾ US എപ്പോഴും കാനഡയുടെ വലിയൊരു മാർക്കറ്റാണ്. ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഇവിടുത്തെ പല പ്രൊഡക്ട്സും, അതായത് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, ഇലക്ട്രിസിറ്റി, പിന്നെ ലംബർ, തടി, പിന്നെ ഓട്ടോമോട്ടീവ് പാർട്സ്, പിന്നെ ഈ വീറ്റ്, സീ ഫുഡ്, ഡയറി, അങ്ങനെ പല പ്രൊഡക്ട്സും US കയറ്റി അയക്കുന്നുണ്ട്. അപ്പോൾ US വലിയൊരു മാർക്കറ്റാണ്. അപ്പോൾ ഈ ഒരു കച്ചവടത്തിനാണ് ട്രംപ് ഇച്ചിരി തടയിടാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ ട്രംപ് പറയുന്നത്, ഒന്നുകിൽ നിങ്ങൾ 25% താരിഫ് സഹിക്കുക, അതല്ലെങ്കിൽ കാനഡ US പാർട്ടാവുക. അപ്പോൾ പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകുന്നു. പക്ഷേ നമ്മളിവിടെ നോക്കേണ്ടത്, എന്തിനാണ് ട്രംപ് ശരിക്കും കാനഡയെ US പാർട്ടാകാൻ വേണ്ടി പുഷ് ചെയ്യുന്നതാണ്. ശരിക്കും ഇതിൻ്റെ ഒരു മെയിനായിട്ടൊരു കാര്യം പറയുന്നത് എക്കണോമിക് ഇൻട്രസ്റ്റ് ആണ്. അതായത് കാനഡ പല ഈ നാച്ചുറൽ റിസോഴ്സിലും ഭയങ്കര റിച്ച് ആണ്. ഓയിലിൻ്റെ ഗ്യാസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഓയിൽ റിസർവ്സിൽ വേൾഡിൽ തന്നെ 3ാമത്തെ രാജ്യമാണ്. 167 ബില്യൺ ബാരൽ ഓയിൽ റിസർവ്സ് ഉണ്ട്. പിന്നെ ഓയിൽ പ്രൊഡ്യൂസിങ്ങിൽ 4ാമത്തെ വലിയ രാജ്യമാണ്. 5 മില്യൺ ബാരലാണ് ഡെയിലി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ നാച്ചുറൽ ഗ്യാസ് ആണെങ്കിൽ തന്നെ നാച്ചുറൽ ഗ്യാസ് US തന്നെയാണ് കയറ്റി അയക്കുന്നത്. വേൾഡിൽ തന്നെ 5ാമത്തെ നാച്ചുറൽ ഗ്യാസ് പ്രൊഡ്യൂസറാണ്. പിന്നെ അപ്പോൾ ഓയിലിൻ്റെ കാര്യം പറയുമ്പോൾ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഓയിൽ കാനഡയിലൂടെ എടുക്കുന്നുണ്ടെങ്കിലും ഇത് കയറ്റി അയക്കുന്നത് US റിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. കാനഡയിൽ റിഫൈനിങ് കപ്പാസിറ്റി കുറവാണ്. US നല്ല അഡ്വാൻസ്ഡ് റിഫൈനറീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ റിഫൈൻ ചെയ്തിട്ട് US വീണ്ടും തിരിച്ച് കാനഡയിലേക്ക് എക്സ്പോർട്ട് ചെയ്യും. അത് പെട്രോളിയം ഫോമിലൂടെ വന്നിട്ട് ഇവിടെ ഗ്യാസ് സ്റ്റേഷനിലൊക്കെ പെട്രോൾ, ഡീസലായിട്ടൊക്കെ സപ്ലൈ ചെയ്യും. അങ്ങനെയാണ് ഈ ഓയിലിൻ്റെ പരിപാടി. പിന്നെ കാനഡ റിച്ച് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഫോറസ്ട്രി ആൻഡ് ടിമ്പർ, അതായത് വനസമ്പത്ത് കാനഡയ്ക്ക് കണ്ടമാനമുണ്ട്. 38% ലാൻഡ് ഇവിടെ വനമാണ്. പിന്നെ തടിയുടെ കാര്യമാണെങ്കിൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ നോർത്ത് അമേരിക്കയിലെ മിക്ക കൺസ്ട്രക്ഷനും വീടുകളും ഒക്കെ തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കാര്യം ഇതിൻ്റെ ലഭ്യത കൂടുതലുണ്ട്, തടി ഇഷ്ടംപോലെ ലഭ്യമാണ്. അത് മാത്രമല്ല ഇതിൻ്റെ തടിയുടെ എഫിഷ്യൻസി, പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ അനുസരിച്ചുള്ള കൺസ്ട്രക്ഷൻ, അങ്ങനെ പലതുകൊണ്ടും ഇവിടെ തടി ഭയങ്കര അത്യാവശ്യമുള്ള ഘടകമാണ്. അപ്പോൾ കാനഡ കണ്ടമാനം
ടിമ്പർ കയറ്റി അയക്കുന്നുണ്ട്. വേൾഡിലെ തന്നെ ഏറ്റവും വലിയ ടിമ്പർ എക്സ്പോർട്ടറാണ് കാനഡ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇത് കാനഡ യു എസിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ കാനഡയുടെ അസറ്റിലേക്ക് യു എസിന് നേരിട്ട് കൈകടത്താൻ പറ്റും. അപ്പോൾ അങ്ങനെ യു എസിൻ്റെ എക്കണോമിക്ക് അത് വലിയൊരു ബൂസ്റ്റപ്പ് ആവും. അങ്ങനെ ഇതാണ് ഒരു കാരണം എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് ട്രേഡ് ഡെഫിസിറ്റ് ആണ്. ഡൊണാൾഡ് ട്രംപ് കാനഡ യു എസ് ട്രേഡ് റിലേഷൻഷിപ്പിലെ മെയിൻ പ്രശ്നമായിട്ട് എടുത്ത് കാണിക്കുന്ന ഈ ട്രേഡ് ഡെഫിസിറ്റ് ആണ്. ട്രേഡ് ഡെഫിസിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാജ്യം വേറൊരു രാജ്യത്ത് വിൽക്കുന്നതിനേക്കാളും കൂടുതൽ ഐറ്റംസ് അവിടുന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ അതിനാണ് ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ കാനഡ യു എസിൽ 100 ബില്യൻ്റെ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നുണ്ട്. പക്ഷേ യു എസ് കാനഡയിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ ഏതാണ്ട് 80 ബില്യൻ്റെ മാത്രമേ വിൽക്കുന്നുള്ളൂ. അപ്പോൾ 20 ബില്യൻ്റെ നഷ്ടമാണ് യു എസിന് വരുന്നത്. അന്ന് നോക്കുകയാണെങ്കിൽ അതിനാണ് ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ആ ഒരു ഗ്യാപ്പ് വരും ഈ ട്രേഡിൽ. അപ്പോൾ അതിനാണ് ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഈ ഒരു ട്രേഡ് ഡെഫിസിറ്റ് അവരുടെ എക്കണോമി വീക്കനാവും, ഒത്തിരി ജോലി നഷ്ടപ്പെടുന്നതൊക്കെയാണ് പുള്ളി പറയുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബോർഡർ സെക്യൂരിറ്റിയാണ്. അതായത് ട്രംപ് പറയുന്നത് യു എസ് കാനഡ ബോർഡറിൽ ഒരുപാട് ഇല്ലീഗൽ ഇമിഗ്രേഷൻസും ഡ്രഗ് ട്രാഫിക്കിങ്ങും ഒക്കെ നടക്കുന്നുണ്ടെന്നാണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു അടുത്ത സമയത്ത് ഒരു സംഭവം നോക്കിക്കഴിഞ്ഞാൽ തന്നെ കഴിഞ്ഞ കൊല്ലം സെപ്റ്റംബറിൽ ന്യൂയോർക്കിൽ ചെറിയൊരു ബോംബ് ബ്ലാസ്റ്റ് നടന്നിരുന്നു. ജൂയിഷ് സെൻറ്ററിൽ ഒരു ബ്ലാസ്റ്റ് നടന്നിരുന്നു. അപ്പോൾ അതിൽ ആ ബ്ലാസ്റ്റിന് ഉത്തരവാദിയായ ആളെന്ന് പറയുന്നത് കാനഡയിൽ സ്റ്റുഡൻറ് വിസയിൽ വന്ന ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത്, FBI ആരോപിക്കുന്നത്. പിന്നെ അതിനുശേഷം പിന്നെ ഒരുപാട് ഇല്ലീഗൽ ബോർഡർ ക്രോസിങ്സ് നടക്കുന്നുണ്ട്, അങ്ങനെ പലതും. അപ്പോൾ ഈ ഒരു ഇപ്പോൾ ട്രംപ് പ്രസിഡന്റ് ആയി വന്നതിന് ശേഷം ഈ ജനുവരി ഒരു 15 ഫസ്റ്റ് വീക്കിൽ എന്തോ ഒരു കാനഡ യു എസ് തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇനിയും ഈ കാനഡ യു എസിലേക്കോ അല്ലെങ്കിൽ കാനഡയിലേക്കോ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നവരോ അല്ലെങ്കിൽ ബോർഡർ ക്രോസ് ചെയ്യുന്നവരുടെയോ ഡേറ്റ, പേഴ്സണൽ ഇൻഫർമേഷൻ ഓട്ടോമാറ്റിക്കലി തന്നെ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ കൈമാറുന്നുള്ളത്. ഇപ്പോൾ ഈ ഒരു ബോർഡർ സെക്യൂരിറ്റി കുറച്ചുകൂടി ടൈറ്റൻ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കാനഡ യു എസിൻ്റെ പാർട്ടായി കഴിഞ്ഞാൽ യു എസിന് തങ്ങളുടെ ഫോഴ്സസിനെ കൂടുതൽ ബോർഡറിൽ വിന്യസിക്കാൻ പറ്റും. അപ്പോൾ ബോർഡർ സെക്യൂരിറ്റി ഒക്കെ കൂടുതൽ ടൈറ്റൻ ആക്കാൻ പറ്റും. അപ്പോൾ അതാണ് ട്രംപ് ഈ ബോർഡർ സെക്യൂരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നാലാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജിയോ പൊളിറ്റിക്സ് ആണ്. ജിയോ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ ആർട്ടിക് റീജിയൻ, ഈ ആർട്ടിക് റീജിയനിൽ ഇപ്പോൾ മിക്ക രാജ്യങ്ങൾക്കും ആർട്ടിക് റീജിയനിൽ താല്പര്യം കൂടി വരികയാണ്. കാര്യം ഇപ്പോൾ ആർട്ടിക് റീജിയനിൽ ഐസ് മെൽറ്റായിട്ട് നാച്ചുറൽ റിസോഴ്സിലുള്ള ആക്സസിബിലിറ്റി ഒക്കെ ഇച്ചിരി കൂടിയിരിക്കുകയാണ്. ഈ ആർട്ടിക് റീജിയനിൽ കാനഡയ്ക്ക് നല്ല ഇൻഫ്ലുവൻസ് ഉള്ള രാജ്യമാണ്. ആർട്ടിക് കൗൺസിലിൻ്റെ ഫൗണ്ടിങ് മെമ്പറിൽ ഒരാളാണ് കാനഡ. ആർട്ടിക് മേഖലയിലെ ഏറ്റവും വലിയ കോസ്റ്റൽ ലൈൻ ഉള്ള രാജ്യമാണ് കാനഡ. 162,000 കിലോമീറ്റർ കോസ്റ്റൽ ലൈൻ ഉണ്ട്. വേറെ രാജ്യങ്ങൾക്കും ഉണ്ട് കോസ്റ്റൽ ലൈൻ, പക്ഷേ അതെല്ലാം ഈ ഒരു കോസ്റ്റൽ ലൈനേക്കാളും ചെറുതാണ്. ഇപ്പോൾ യു എസ്, റഷ്യ, നോർവേ, സ്വീഡൻ, ഗ്രീൻലാൻഡ് ഇവർക്കെല്ലാം കോസ്റ്റൽ ലൈൻ ഉണ്ട്. പക്ഷേ കാനഡയ്ക്ക് ആണ് അവിടെ ഏറ്റവും കൂടുതൽ കോസ്റ്റൽ ലൈൻ ഉള്ളതും ആ ഒരു ഇൻഫ്ലുവൻസ് ഉള്ളതും. അപ്പോൾ അവിടുത്തെ ഈ ഒരു എക്സ്ട്രീം വിൻ്റർ കണ്ടീഷൻസിലും ഒക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റിയ വലിയൊരു മിലിറ്ററി പ്രസൻസ് തന്നെ ഉണ്ട് അവിടെ. അപ്പോൾ കാനഡ യു എസിൻ്റെ ഭാഗമാക്കുവാണെങ്കിൽ യു എസിന് ഈ ഒരു മേഖലയിൽ വ്യക്തമായ ഒരു ആധിപത്യം കിട്ടും. ഇപ്പോൾ റഷ്യയിൽ നിന്നുള്ളൊരു ത്രെട്ടും പിന്നെ ചൈനയുടെ ആർട്ടിക് മേഖലയിലുള്ള താല്പര്യം അതിനെല്ലാം ഒരു പരിധി വരെ നേരിടാനും പറ്റും. ഇപ്പോൾ കാനഡ യു എസിൻ്റെ ഭാഗമാവുകയാണെങ്കിൽ കാനഡയ്ക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് നമുക്ക് നോക്കാം. യു എസിനെ പോലെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമ്പന്ന രാഷ്ട്രത്തിൻ്റെ ഭാഗമായാൽ ഒബ്വിയസ്ലി കാനഡിയൻസിന് ബെനിഫിറ്റ് മാത്രമേ ഉള്ളൂ. അവിടുത്തെ വലിയ പോപ്പുലേഷൻ്റെ ഭാഗമാകാം. അപ്പോൾ ഇവിടുത്തെ ബിസിനസ്സുകളൊക്കെ ഗ്രോ ചെയ്യും. പിന്നെ ബോർഡർ സെക്യൂരിറ്റി കൂടും, മിലിറ്ററി പ്രൊട്ടക്ഷൻ കൂടും. പിന്നെ നമുക്ക് ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് യു എസിൽ പോകണമെങ്കിൽ PR ആയവർക്കും അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് ബാക്കിയുള്ളവർക്കെല്ലാം വിസ വേണം. സിറ്റിസൺസിന് വിസ വേണ്ട, പാസ്പോർട്ട് കൊണ്ട് പോകാൻ പറ്റും. ബോർഡർ ക്രോസ് ചെയ്ത് ബോർഡർ ചെക്കും എല്ലാം കഴിഞ്ഞിട്ട് വേണം പോകാൻ. ഇനി അതിൻ്റെ ആവശ്യമില്ല. യു എസ് സെയിം കൺട്രി ആയി കഴിയുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. എവിടെ വേണമെങ്കിലും നമുക്ക് ഫ്രീ ആയിട്ട് പോയി വർക്ക് ചെയ്യാം. യു എസിലെ ഏത് സ്റ്റേറ്റിൽ വേണമെങ്കിലും പോയി വർക്ക് ചെയ്യാം. അങ്ങനെ പല പല ബെനിഫിറ്റ്സും ഉണ്ട്. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തോ നോക്കുവാണെങ്കിൽ ഞാൻ പറയുന്നത് മെയിനായിട്ടുള്ളൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ സിസ്റ്റമാണ്. കാനഡയുടെ ഫ്രീ ഹെൽത്ത് കെയർ സിസ്റ്റം നമുക്ക് നഷ്ടപ്പെടും. കാനഡയുടെ ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറയുന്നത് പബ്ലിക്കലി ഫണ്ടഡ് ആണ്. യു എസിൽ അങ്ങനെയല്ല. യു എസിൽ പ്രൈവറ്റ് ഇൻഷുറൻസ് ആണ്. ഇപ്പോൾ നമുക്കൊരു ജോലി ഉണ്ടെങ്കിൽ എംപ്ലോയർ ഇൻഷുറൻസ് കാണും. അതല്ലെങ്കിൽ നമ്മൾ കാശ് കൊടുത്തിട്ട് നമ്മൾ ഇൻഷുറൻസ് എടുക്കണം. അത് ലിറ്റിൽ എക്സ്പെൻസീവ് ആണ് യു എസിൽ വെച്ച് നോക്കുമ്പോൾ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കാനഡയിലെ ഫ്രീ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന് കുറേ പാളിച്ചകളുണ്ടെങ്കിലും ചില കാര്യങ്ങൾ വരുമ്പോൾ ആണ് ഇത് നമുക്ക് ഭയങ്കര അനുഗ്രഹമായി തോന്നുന്നത്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ക്രിട്ടിക്കൽ ഇൽനെസ് ഒക്കെ വരികയാണെങ്കിൽ, ഇപ്പം എൻ്റെ കേസ് തന്നെ, ഞങ്ങളുടെ പേഴ്സണൽ കേസ് തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ എൻ്റെ മോന് കഴിഞ്ഞ വർഷം ഇതുപോലത്തെ ചെറിയൊരു അസുഖം വന്നിരുന്നു. ഒരു ഭയങ്കര റെയർ ആയിട്ടൊരു അസുഖമായിരുന്നു. ഭാഗ്യത്തിനും എല്ലാം മാറി. അപ്പോൾ അതിനെക്കുറിച്ച് അവർ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു അസുഖം ട്രീറ്റ് ചെയ്ത സമയത്ത് തന്നെ അതിന് ഇന്ത്യയിൽ വെച്ച് നോക്കുവാണെങ്കിൽ അതിന് നമ്മളൊന്ന് ഫുൾ ട്രീറ്റ് ചെയ്ത് ഇറങ്ങണമെങ്കിൽ തന്നെ ഒരു 5-6 ലക്ഷം രൂപ നമുക്ക് ഹോസ്പിറ്റലിൽ തന്നെ ചിലവാകും. അപ്പം ഒരു സാധാരണക്കാരനും ഇന്ത്യയിൽ പെട്ടെന്ന് ഒരു 5-6 ലക്ഷം രൂപ എടുത്ത് ചിലവാക്കുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര അറിയാമല്ലോ.
പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് ഒരു 5 പൈസ ചിലവില്ലാതെ ഫുള്ളി ഫ്രീ ആയിട്ട് തന്നെ ഫുള്ള് ട്രീറ്റ് ചെയ്യാൻ പറ്റി. ഒരാഴ്ചത്തെ ട്രീറ്റ്മെൻറ്റും പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച പിന്നെ റീഹാബിലിറ്റേഷൻ, ഫിസിയോതെറാപ്പി അങ്ങനെയെല്ലാം കംപ്ലീറ്റ്ലി ഫ്രീ ആയിരുന്നു. അപ്പോൾ ഈ ഒരു ഹെൽത്ത് കെയർ സിസ്റ്റം, ഫ്രീ ഹെൽത്ത് കെയർ സിസ്റ്റം എന്തുകൊണ്ടും നല്ലതാണ്. അപ്പോൾ ഇത് ചിലപ്പോൾ ഒന്ന് കയ്യിൽ നിന്ന് പോയി കഴിയുമ്പോഴായിരിക്കും നമുക്ക് അതിൻ്റെ വില മനസ്സിലാവുന്നത്. പിന്നെ രണ്ടാമത്തെ എനിക്ക് തോന്നുന്നത് ഈ എൻവറോൺമെൻറ്റൽ റിസ്ക് ആണ്. ഇവിടെ കാനഡ എന്ന് പറയുന്നത് കൂടുതലും ഈ എന്താ പറയുക, പരിസരത്തിനെയും ചുറ്റുപാടിനെയും എൻവറോൺമെൻറ്റ്സിനെയൊക്കെ ഒത്തിരി സംരക്ഷിക്കുന്ന രാജ്യമാണ് US-നേക്കാളും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ US കൂടുതലും ഡെവലപ്മെൻറ്റും കാര്യത്തിനൊക്കെയാണ് കൊടുക്കുന്നത്, കൂടുതൽ ലിബറലാണ് ആ കാര്യത്തിലൊക്കെ. കാനഡ ഇവിടെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാർബൺ ടാക്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് കാർബൺ ഡയോക്സൈഡ് എമിറ്റ് ചെയ്യുന്ന എല്ലാ ബിസിനസ്സിനും ഇൻഡസ്ട്രീസും പ്രത്യേകം വേറെ ടാക്സ് അടയ്ക്കണം. അതായത് ഉദാഹരണം പറയുവാണെങ്കിൽ ഇപ്പോൾ ഒരു കമ്പനി ഇത് പെട്രോൾ വാങ്ങിക്കുകയാണെങ്കിൽ അവർ എക്സ്ട്രാ പേ ചെയ്യണം കാർബൺ ടാക്സ് ആയിട്ട്. അത് ലിറ്ററലി വീണ്ടും നമ്മളിലേക്ക് തന്നെ എത്തും. കാര്യം നമ്മൾ പിന്നെ പെട്രോൾ കാശ് കൊടുത്ത് വാങ്ങുമ്പോൾ അതിലും കാർബൺ ടാക്സ് ഉൾപ്പെടും. അപ്പോൾ അത് എല്ലാം പ്രകൃതിയെ സംരക്ഷിക്കാനും എല്ലാം ഉള്ളൊരു സംഭവമാണ് കാനഡ ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് കാർബൺ ടാക്സ് നമ്മൾ അടയ്ക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഇടയ്ക്ക് നമുക്ക് കാർബൺ ടാക്സ് റിബേറ്റ് എന്ന് പറഞ്ഞ രീതിയിൽ കുറച്ച് പൈസ ഇങ്ങോട്ടും കിട്ടും. പക്ഷേ US-ൽ അത് കൂടുതലും അവർ കൂടുതൽ ഡെവലപ്മെൻറ്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ കാനഡ അതിൻ്റെ ഭാഗമായി കഴിയുമ്പോൾ ഇതിൻ്റെ ഈ ഒരു എൻവറോൺമെൻറ്റൽ പ്രൊട്ടക്ഷനിലെ കാര്യത്തിലൊക്കെ കുറച്ച് ഇടിവൊക്കെ സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇമിഗ്രേഷൻ ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ലിബറലാണ് US-നെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ ഇമിഗ്രേഷൻ കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ US-ൻ്റെ ഭാഗമായി കഴിയുമ്പോഴത്തേക്കിനും ഇവിടുത്തെ ഇമിഗ്രേഷനൊക്കെ ഇതുപോലെ പിന്നെ നടക്കത്തില്ല. പിന്നെ നമ്മുടെ PR-ഉം അല്ലെങ്കിൽ പിന്നെ എന്താ ഈ വർക്ക് പെർമിറ്റ്, സ്റ്റുഡൻറ്റ് വിസയൊന്നും ഇതുപോലൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. പിന്നെ എല്ലാം ഇച്ചിരി കൂടെ സ്ട്രിക്റ്റ് റൂൾസും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും ഇമിഗ്രേഷൻ്റെ കാര്യത്തിലും വരിക. അപ്പോൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ എന്തൊക്കെ തന്നെ ആയാലും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ന്യൂസ് അനുസരിച്ച് ട്രംപ് ഇപ്പോൾ പ്രസിഡന്റായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു. പക്ഷേ ഇതിൻ്റെ ലേറ്റസ്റ്റ് ന്യൂസ് അനുസരിച്ച് February 1 മുതൽ 25% താരിഫ് കാനഡയുടെ മേൽ ഇമ്പോസ് ചെയ്യും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷെ അത് കൺഫേംഡ് ആയിട്ടില്ല. May ഇമ്പോസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു താരിഫൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ അടുത്തൊരു ന്യൂസ് വന്നിരുന്നു, ഒൻറ്റാരിയോയിൽ തന്നെ, കാനഡയിലെ ഒൻറ്റാരിയോ പ്രൊവിൻസിൽ തന്നെ ഏതാണ്ട് 5 ലക്ഷം ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെടും. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഈ മെഡിക്കൽ ഫീൽഡിൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മലയാളികൾക്ക് വർക്ക് ചെയ്യുന്ന മേഖലയാണ് ട്രക്കിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലൊരു താരിഫൊക്കെ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ട്രക്കിംഗ് മേഖലയൊക്കെ ആയിരിക്കും ഇത് കൂടുതൽ ബാധിക്കുന്നത്. എന്തായാലും എല്ലാം നല്ലതായിട്ട് വരട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. ട്രംപിന് നല്ല ബുദ്ധി കൊടുക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ എല്ലാം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കാനഡയായിട്ടും തന്നെ US ആയിട്ടും തന്നെ നിലനിൽക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.